ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കിലോമീറ്റർ. ഇന്നത്തെ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഫ്രഷ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവരാരും പോയിട്ടില്ലാത്ത സ്ഥലം, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർ ഒട്ടും പോയിട്ടില്ല ഈ സ്ഥലത്തേക്ക്. അപ്പം ഒന്ന് ഗസ് ചെയ്ത് നോക്കുക എന്താണെന്നുള്ളത്. ഒട്ടും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രക്കാർ പ്രത്യേകിച്ച് കണ്ടിട്ടില്ലാത്തൊരു സ്ഥലം. എന്നാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് പോയി വരാനും പറ്റും അങ്ങനെയുള്ള സ്ഥലം. ജസ്റ്റ് ട്രിവാൻഡ്രത്തു നിന്നൊരു 100 കിലോമീറ്റേഴ്സ് എവേ. അപ്പോൾ അതാണ് സ്പോട്ട്. There is a place where three oceans meet, where the soul finds a sense of peace and purpose. This is Kanyakumari, the tip of India, where the land and sea converges, symbolizing the unity and strength. It's a place where every wave touches the shores, carries a whisper of history, of wisdom, of timeless beauty. നിങ്ങൾ ഇൻട്രോയിൽ കണ്ടതുപോലെ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇന്ത്യയുടെ ടിപ്പായ കന്യാകുമാരിയിലേക്കാണ്. ഈ റൈഡിൽ ഞാൻ ഒറ്റയ്ക്കല്ല ഗൈസ്, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടായ അരവിന്ദാണ് ബില്യനായിട്ടുള്ളത്. ഉച്ചയ്ക്ക് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഇതൊരു സൺസെറ്റ് റൈഡായിരിക്കും. And trust me guys, you won't regret seeing this vlog. എനിക്ക് തോന്നുന്നു ഒരു 2 months ബാക്കാന്ന് തോന്നുന്നു ലാസ്റ്റ് കന്യാകുമാരി പോയത്. ആ സമയത്ത് പോലും ജസ്റ്റ് റൈഡ് ചെയ്ത് തിരിച്ചു വരിക എന്നുള്ളത് മാത്രമായിരുന്നു അജണ്ടയിലുണ്ടായിരുന്നത്. അപ്പം ഇന്ന് പറ്റുമെങ്കിൽ ആ വിവേകാനന്ദ പാറയും ഒക്കെ ഒന്ന് കയറാനായിട്ടൊന്ന് ശ്രമിക്കുകയാണ്. ആക്ച്വലി ക്ലൈമറ്റ് രാവിലെ ഓക്കെ ആയിരുന്നു. ഇപ്പോൾ വന്നിട്ട് ചെറിയ വെയിലൊക്കെ ഒന്ന് മാറി കാർമേഘമൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി വരെ നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴ പ്രതീക്ഷ തന്നെയാണ് ഇറങ്ങുന്നത്. റെയിൻകോട്ട് എടുത്ത് ഇട്ടിട്ടുണ്ട്, ഒരു റെയിൻ ടോപ്പ് എടുത്തിട്ടിട്ടുണ്ട്. എനിവേ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അതിനിവിടെ ഉണ്ടാവും. ബരൂ ഓക്കെ. എനിവേ നമ്മളെ പില്ലിയനെ പൊക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞ പില്ലിയം വെച്ച് ഓടിച്ചിട്ട് കുറേ നാളായി. എങ്ങനെ ആവുമെന്നൊന്നും അറിയില്ല. ഈ ട്രിപ്പിന് വേറൊരു ഉദ്ദേശമുണ്ട്. അതാണ് ഈ ഉച്ചയ്ക്ക് പോകുന്നതിൻ്റെ വേറൊരു ഉദ്ദേശം. കാരണം വെച്ചാൽ 30,500 അതായത് 30,500 അടുത്ത നെക്സ്റ്റ് സർവീസാണ് അതിൻ്റെ വണ്ടിയുടെ. ആക്ച്വലി അതിൻ്റെ സർവീസ് ഡ്യൂ ഡേറ്റ് ആയിട്ടുണ്ട്, പക്ഷെ കിലോമീറ്റർ ആയിട്ടില്ല. 30,500 ആവാൻ ഏതാണ്ട് ഇനി 200 ഓൾമോസ്റ്റ് 700 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുമാനം എന്ന് പറഞ്ഞാൽ അത്രയും ഓടിച്ച് എത്തിക്കാൻ പറ്റില്ല. കാരണം നാളെ സർവീസ് ചെയ്യണം. നാളെയാണ് ഡ്യൂ ഡേറ്റ് അതിൻ്റെ. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരു 30,000 ആക്കണ്ടേ. പോയിട്ട് വരുമ്പോൾ കറക്റ്റായിരിക്കും. പിന്നെ നമ്മുടെ സ്ഥിരം പറയുന്ന പോലെ റൈഡ് ഫോർ പെട്രോളിന് വേണ്ടിയുള്ള റൈഡും കൂടിയാണത്. അത് മാക്സിമം 2 കട്ടയാക്കി ഇട്ടിട്ടുണ്ട്. പോകുന്ന വഴിക്ക് തമിഴ്നാട് ആണല്ലോ ഓഫ്കോഴ്സ്. അപ്പോൾ അവിടെ നിന്ന് എവിടെന്നെങ്കിലും പെട്രോൾ അടിക്കുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. പൂജപ്പുര എത്തിയിട്ടുണ്ട്. അപ്പോൾ പൂജപ്പുര എത്തിയപ്പോൾ എന്തായാലും ട്രിപ്പ് പോവുകയാണ്. ബഡ്ജറ്റ് കുറച്ച് കമ്മിയാണ്. അപ്പോൾ നമുക്ക് ഈ ഫുഡ് ഫോർ ഫ്രീഡം, അതായത് ഇവിടെ ജയിൽ ചപ്പാത്തി ഐറ്റം ഉണ്ടല്ലോ, അത് വാങ്ങാമെന്ന് ഇങ്ങനെ പറഞ്ഞ് ഫ്രണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ 2 പേർക്കുള്ള ഫുഡും നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം അവിടെ നിന്ന് കഴിച്ചിട്ട് അപ്പം ഒരുപാട് റേറ്റ് ആവുന്നില്ലല്ലോ. അവൻ്റെ വീടിന് അവിടെ നിന്ന് ഏതാണ്ട് ഓൾമോസ്റ്റ് 100 കിലോമീറ്റേഴ്സാണ് കന്യാകുമാരി കാണിക്കുന്നത്.
ഓൾമോസ്റ്റ് 2 hours ജേണി ഉണ്ട്. എനിക്ക് ഒന്ന് കൂടുതലാവാനാണ് ചാൻസ്. ഏതാണ്ട് സ്ലോ മൂവിങ് ആയിട്ടാണ് പോകുന്നത്. ഇതാ നമ്മുടെ ഗുഡ് മോർണിംഗ് ഹോട്ടൽ. എവിടെ എപ്പോൾ വന്നാലും തിരക്കാണ്. ഈ റീൽസും വീഡിയോസൊക്കെ ഒരുപാട് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വന്നതിന് ശേഷം ഇവിടെ ഓൾറെഡി നല്ല ഫുഡാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ നല്ലൊരു ഹൈപ്പും കൂടെ ഉണ്ട്. അപ്പം ഹൈവേ ആയിട്ടുണ്ട്, കരമന എത്തിയിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ഫാസ്റ്റ് പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇപ്പോൾ ബില്ലിനും കൂടി വെച്ച് ഓട്ടിക്കുന്നുണ്ട്. ഭയങ്കര കോൺഷ്യസ് ആയിട്ടാണ് പോകുന്നത്. എന്നിട്ട് എപ്പോഴും ബില്ലിനില്ലാത്തത് തന്നെയാണ് സുഖം. ഞാൻ ഇപ്പോൾ പറയുന്നതാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവനെ വെച്ച് ഞാൻ ഈ ഊട്ടിയിലൊക്കെ എന്ത് ഇതിലാണ് പോയെന്നുള്ളത് എപ്പോഴും എനിക്ക് അറിയില്ല, എങ്ങനെ അത് സാധിച്ചു എന്നുള്ളത്. ഓൾമോസ്റ്റ് ഒരു 2000 അടുപ്പിച്ച് പ്ലസ് കിലോമീറ്റേഴ്സ് എനിക്ക് ഒന്ന് കവർ ചെയ്തിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് തമിഴ്നാട് ബോർഡർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ഇനി ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ടാങ്ക് ഫില്ല് ചെയ്യണം. ഇപ്പോൾ ഒരു ഘട്ടം കൂടി ഉള്ളൂ. അപ്പോൾ ഫുൾ ടാങ്ക് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ട് റൈഡ് കണ്ടിന്യൂ ചെയ്യുക. തിരിച്ചു വരുമ്പോൾ പറ്റുമെങ്കിൽ ഒരു തവണയും കൂടി ഫില്ല് ചെയ്യുക. നാഗർകോവിൽ റൗണ്ടാണെന്ന് തോന്നുന്നു. ഇനി ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞത് ഫസ്റ്റ് പ്രയോറിറ്റി കഴിഞ്ഞല്ലോ, പെട്രോൾ അടിക്കുക. നെക്സ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒരു ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇനി എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 42 അവിടെ നിന്നുണ്ടായിരുന്നു, ഇവിടെ പമ്പിൽ നിന്നുണ്ടായിരുന്നു. അപ്പം ഇനി 22 കാണിക്കുന്നുള്ളൂ. ഫുഡ് കഴിക്കാനായി ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഈ കാണുന്ന ഷെഡായിരുന്നു. ഫുഡ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ചങ്കിന് വണ്ടി ഓട്ടിക്കണമെന്ന് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ തന്നെ ഞാൻ സമ്മതിച്ചു. മനസ്സില്ലാ മനസ്സോടെ എന്ന് പറയാൻ കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് ബാക്കിലിരിക്കാൻ പേടിയാണ് ഗൈസ്.
ഇവിടെ കന്യാകുമാരി എത്തി. മറ്റേ പാറയിലൊക്കെ പോണേ എങ്ങനെയാണ് ചോദിക്കണ്ടേ? ഞാനത് എന്നടാ, ഞാൻ ഇവിടെ കഴിഞ്ഞ 6 മാസത്തിൽ ഒരു 2-3 എണ്ണെങ്കിലും വന്നതാണ്, പക്ഷെ പാറയിൽ പോയിട്ടില്ല. அந்த விவேகானந்த பாறை எப்படி போகணும்? ஸ்ட்ரைட்டு போயிட்டு ஸ்ட்ரெயிட்டாக போய் அங்கே போட்டிங் ஒன்று இருக்கும். அந்த ரைட்லேயே திரும்பணும். இறங்கணும். நேராக போகிற போட்டிங் வேணுது. போட்டிங்கில் அங்கே நிற்பேன். താങ്ക്സ് അണ്ണ. അവിടെ ആയിരുന്നല്ലേ? வெளியில் வைக்கணும். அந்த போட்டிங் எல்லாம் இந்த ஏரியா தானே? அதுக்குள்ளையா? സാർ എന്താ ബോട്ടിംഗ് ഒക്കെ എന്താ വഴി സാറാ? I am reminded of the journey that brought me here, not just across miles, but through the moment of quiet reflection. Here where oceans meets the sky, you can't help but feel a connection, a deeper understanding of the force that shape our world. This is where thought become prayer and where spirit of the land rises stronger than ever. As the sky set over Kanyakumari, the sky burst into colors, a reminder of fleeting and precious each moment is. In the stillness of the even, I realized that sunset is not just about end of the day, but about embracing the beauty of impermanence. Each sunset here feels like a chance to pause, to reflect, and to be present with yourself. And guys, if you like this video, kindly do subscribe.